ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ധ്യാനിക്കുന്നത് പിശാചിൻ്റെ സാമ്രാജ്യത്തെ വിറപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം നൽകിയ ആ വലിയ വാഗ്ദാനം നമുക്കറിയാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൾ നിന്റെ തല തകർക്കും. ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരു മനുഷ്യ സ്ത്രീയെയാണ്. അത് വിമല ഹൃദയത്തിൻ്റെ ഉടമയായ പരിശുദ്ധ മറിയത്തെയാണ്. എന്തുകൊണ്ട് പിശാച് മറിയത്തെ ഭയപ്പെടുന്നു? പിശാച് പരിശുദ്ധമ്മയെ ഭയപ്പെടാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. പൂർണ്ണമായ വിനയം. സാത്താൻ വീണുപോയത് അഹങ്കാരം മൂലമാണ്. എന്നാൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ ശൂന്യമാക്കിയ മറിയത്തിൻ്റെ വിനയത്തിന് മുമ്പിൽ പിശാചിന് നിൽക്കാനാവില്ല. രണ്ടാമത്, പാപമില്ലായ്മ. പിശാചിന് ഒരു മനുഷ്യൻ്റെ മേൽ അധികാരം ലഭിക്കുന്നത് പാപത്തിലൂടെയാണ്. എന്നാൽ ജന്മപാപമില്ലാതെ ജനിച്ച മറിയത്തിൻ്റെ മേൽ സാത്താന് യാതൊരു അവകാശവുമില്ല. ആ വിമല ഹൃദയം അവന് കടന്നു ചെല്ലുവാൻ പറ്റാത്ത കോട്ടയാണ്. മൂന്നാമതായി, സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ്. എന്നാൽ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. ഒരു സർപ്പത്തിൻ്റെ തല ചവിട്ടിമെതിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഈ എളിയ സ്ത്രീയെയാണ്. ലോകപ്രശസ്തരായ എക്സോർസിസ്റ്റുകൾ, പിശാച് ബാധ ഒഴിപ്പിക്കുന്ന വൈദികർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനകൾക്കിടയിൽ മറിയം എന്ന നാമം കേൾക്കുമ്പോൾ പിശാച് അലറി വിളിക്കുകയും ഭയന്ന് വിറയ്ക്കുകയും ചെയ്യും. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പിശാചിൻ്റെ തലയേൽക്കുന്ന പ്രഹരമാണെന്ന് വിശുദ്ധ പാത്രോപ്പിയാവ് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി അപകടത്തിൽപ്പെടുമ്പോൾ അമ്മയെ വിളിക്കുന്നത് പോലെ നാം പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ അഭയം തേടിയാൽ പിശാച് ഉടനെ പിന്തിരിയും. കാരണം അമ്മയുള്ളിടത്ത് സാത്താന് സ്ഥാനമില്ല. ലോകയുദ്ധങ്ങളുടെ പിന്നിൽ, വിദ്വേഷത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനിക ശക്തികളാണ്. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഈ സാത്താനിക ശക്തികളെ തകർക്കാനാണ്. രക്ഷയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടപ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് ലോകത്തിൽ പടരുന്ന നിരീശ്വരവാദമെന്ന സാത്താനിക ചിന്താഗതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. വിമല ഹൃദയത്തിന് ലോകത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ സാത്താൻ്റെ അധികാരപരിധി കുറയുകയും ദൈവരാജ്യം വളരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടോ? തിന്മയുടെ പ്രലോഭനങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടോ? എങ്കിൽ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓടിയടക്കുക. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പഠിപ്പിക്കുന്നു, വിമല ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവിനെ തൊടാൻ പോലും പിശാചിന് ധൈര്യമില്ല. നമുക്ക് നമ്മെ തന്നെ ആ ഹൃദയത്തിൽ ഒളിപ്പിക്കാം. ജപമാല കൈവിടാതെ പിടിക്കാം. ഇരുളടഞ്ഞ ഈ ലോകത്തിൽ വിമല ഹൃദയമാകുന്ന നക്ഷത്രം നമ്മെ സുരക്ഷിതമായി ഈശോയുടെ അടുത്തേക്ക് നയിക്കും.